വിലങ്ങണിയിക്കാൻ നോക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ വേടൻ സംസാരിച്ചപ്പോൾ പൊള്ളിയ ആളുകൾ തന്നെയാണ് വേടനെതിരെ സംസാരിക്കാനായിട്ടും വേടനെ ഈ പറയുന്ന രീതിയിലേക്ക് വരച്ച് കാണിക്കാനായിട്ടും വന്നത്. പക്ഷേ കേരളത്തിൽ ഇവരുടെ ഈ പറയുന്ന തന്തയില്ലായ്മ വില പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും എല്ലാവരും വാലും ചുരുട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം തന്നെ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇനി ആരും വേടനെതിരെ ഈ പറയുന്ന പരാമർശങ്ങളുമായിട്ട് മുന്നിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അജണ്ടയും വെക്കുകയുണ്ടായി. അതിനുശേഷം വിവാദങ്ങൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. പിന്നീട് ഒന്നും പറയാനില്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ള പേടികൊണ്ട് പലരും നിർത്തിപ്പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട്. എന്തായാലും BJP എന്ന് പറയുന്ന വർഗീയത മുന്നിലേക്ക് വെക്കുന്ന പാർട്ടിക്ക് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാകും. BJPക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ഭരണകൂടങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളെയും ഞാൻ പറഞ്ഞു, അത് ഭരണകൂടങ്ങളുടെയാണ്. അതായത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ മാത്രമായിട്ട് വെച്ച് പറഞ്ഞതല്ല. അവർക്കെല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നൊരു പണിയാണ് വേടൻ മുന്നിലേക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വേടൻ മുന്നിലേക്ക് വെക്കുന്നത്. അത്